അനേർട്ടിലെ അഴിമതി ആരോപണത്തിൽ സിഇഒയെ നീക്കം ചെയ്തതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല. നരേന്ദ്രനാഥ് വേലൂരിക്കെതിരെയുള്ള അച്ചടക്ക നടപടിയുടെ ഫയൽ 3 വർഷം കൊണ്ട് 188 തവണ സഞ്ചരിച്ചു. ആരോപണ വിധേയനായ വേലൂരിയെ വനം മന്ത്രിയും വൈദ്യുതി മന്ത്രിയും സംരക്ഷിച്ചുവെന്നും ഇതു സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സഫ്വാൻ VP കൂടുതൽ വിവരങ്ങളുമായി. സഫ്വാൻ, എന്താണ് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പറയുന്ന പോയിന്റ് എന്താണ്? നിഷാദ്, കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകുന്ന പദ്ധതിയിൽ 100 കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. അനർട്ട് സിഒ ആയ നരേന്ദ്രനാഥ് വെല്ലൂരി വൈദ്യുതി മന്ത്രിക്ക് കെ കൃഷ്ണൻകുട്ടിക്കും ഈ അഴിമതിയിൽ പങ്കുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഒരു ഫോളോ അപ്പ് ആയിരുന്നു രമേശ് ചെന്നിത്തല കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നത്. വിഷയത്തിൽ 5 കോടി മാത്രം ടെൻഡർ വിളിക്കാൻ അനുമതി ഉള്ള ഇടത്ത് സിഇഒ 200 കോടിക്ക് മുകളിൽ ടെൻഡർ നടത്തി 100 കോടിയിലധികം അഴിമതി ആരോപിച്ചു എന്നതിനുള്ള തെളിവുകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വെല്ലൂരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത്. പക്ഷെ സിഇഒയെ നീക്കം ചെയ്തത് കൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കില്ലെന്നാണ് ചെന്നിത്തല പറയുന്നത്. 2002 അച്ചടക്ക നടപടിക്ക് വെല്ലൂരിക്കെതിരെ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ നരേന്ദ്രനാഥ് വെല്ലൂരിക്കെതിരെയുള്ള അച്ചടക്ക നടപടിയുടെ ഫയൽ 3 വർഷം കൊണ്ട് 188 തവണ സഞ്ചരിച്ചു എന്നതിന്റെ അടക്കമുള്ള രേഖകളാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വനമന്ത്രി ശശീന്ദ്രന്റെ അടുത്തും രേഖകൾ എത്തിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് രേഖകൾ പുറത്തുവിട്ട് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അന്ന് വനം വകുപ്പിന്റെയും ഊർജ്ജ വകുപ്പിന്റെയും സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലും ഈ ഫയൽ പല തവണ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വേലൂരിയെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന നടപടി ഈ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ട്? ആരോപണ വിധേയനായ വേലൂരിയെ ഈ വൈദ്യുതി മന്ത്രിയും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വൈദ്യുതി വകുപ്പ് ഇതിലൊരു നിലപാടും അന്വേഷണവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിലെ മാറ്റിയത് കൊണ്ട് മാത്രം അനേർട്ടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ വ്യക്തത വരുത്താൻ കഴിയില്ല എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന പ്രശ്നം.